അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈക്കണ്ണിൽ കീനാവിവൾ ഒളിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാണല്ലോ മൈലാഞ്ചി അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈക്കണ്ണിൽ കീനാവിവൾ ഒളിപ്പിച്ചല്ലോ. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. നിക്കാഹ് ഓൾറെഡി കുറച്ച് മുമ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷനാണിത്. കല്യാണത്തിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളും പിന്നെ മൈലാഞ്ചി ഇടലും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഇതാ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കല്യാണ വീട്ടിലേക്ക് ഇതാ കുറേ ദിവസം മുമ്പ് തന്നെ ആൾക്കാർ വരവും പോക്കും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉള്ള നല്ല രസമുള്ള ദിവസങ്ങളാണ് ഇതൊക്കെ. വീട് ഫുള്ള് ആൾക്കാരെ കൊണ്ടും പലഹാരങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതാ സ്റ്റോർ റൂമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. ഫുള്ളായിട്ട് പലഹാരങ്ങളാണ്. വരുന്നവരൊക്കെ ഓരോരോ ഡിഫറെൻറ്റ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാം. ഇത് സേമിയ ബിരിയാണിയാണ്. പിന്നെ അടുത്തത് ഇതാ പഴം നിറച്ചത്, പിന്നെ ഉന്നക്കായ, കട്ട്ലറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോരോ ഡിഫറെൻറ്റ് ഐറ്റംസാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മളെ ചിരട്ടമാല. ഇതിൻ്റെ റെസിപ്പി മുമ്പ് എപ്പോഴോ എന്നോട് ആരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വീഡിയോയിലായിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മളെ ക്യാരറ്റ് പോള. അപ്പോൾ എല്ലാ പലഹാരങ്ങളും കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ് കേട്ടോ. ചായക്ക് ഓരോരുത്തർ വരുമ്പോൾ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഹോം മെയ്ഡാണ്. എല്ലാവരും ഫ്രഷായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസാണ് കൂടുതലും. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയ ഐറ്റംസ് കുറവാണ്. കലത്തപ്പം മനം കവരും ഇടിയപ്പം അരികലക്കി ചുട്ടപ്പം മതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനം കവരും ഇടിയപ്പാടേ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരും നമ്മായി. കുറേ ദിവസമായിട്ട് ഇവിടെ എങ്ങനെയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ മുമ്പുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ്. വീട്ടിൽ ഫുൾ ആൾക്കാരും ബഹളവും. അങ്ങനെ എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഏതാ നാട്, അങ്ങനെ ഉണ്ടോ എന്നുള്ളതും പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ്. കല്യാണത്തിൻ്റെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരെ വക ഫുഡൊക്കെ കൊണ്ടുവരും. ഇത് സ്റ്റഫ്ഡ് ചിക്കനാണ്. ചിക്കൻ നിറച്ചതെന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണപ്പത്തിരി, കറി, ബീഫ്, അങ്ങനെ പല ഐറ്റംസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. അതിനിടയിൽ ഇതാ ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. സോന, എളാപ്പാൻ്റെ മോളാണ്. ആൾ ദുബായിലായിരുന്നു. ഇപ്പോൾ ഇതാ കല്യാണത്തിനായിട്ട് ഇന്ന് എത്തിയതാണ്. സോനൻ്റെ പുതിയാപ്പിളയും ഇതാ കൂടെ വന്നിട്ടുണ്ട്. ആൾക്ക് ആദ്യം വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടാ. പിന്നെ എന്തായാലും എത്തി. കസിൻസും എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ കല്യാണത്തിന് ആ ഒരു ഹരം വരുന്നത്. ഇതന്നെ കുറേ പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം മാമാക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് കസിൻസ്, അവർക്ക് കുട്ടികൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ദുബായിലുള്ളവർക്കൊക്കെ കുറച്ച് പേർക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ ഇതാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ബോയ്സിൻ്റെ വക ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ കേശിയും കൂടെ കളിയിലാണ്. പിന്നെ ഇതാ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ഇന്നാണ് റിയൻ്റെ മൈലാഞ്ചി, അതായത് വീട്ടിൽ വെച്ചിട്ടുള്ളൊരു മൈലാഞ്ചി ഇടൽ ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
രാവിലെ തന്നെ ഇതാ റിയ മൈലാഞ്ചിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ് കേട്ടോ റിയക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഇത് ലീൻ ഹെന്ന എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പേജൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. ഇവരുടെ തന്നെ കോണാണ് കേട്ടോ ഇത്. ഇവരുടെ കയ്യിൽ ഹാൻഡ് കോൺസ്, പിന്നെ നെയിൽ കോൺസ്, ഹെയർ ഹെന്ന തന്നെ പൗഡറും പിന്നെ പേസ്റ്റും വരുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ കെയർ പ്രോഡക്ട്സ്, ബ്രൈഡൽ സെറ്റ് ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ ഹെന്ന ഒക്കെ ഇടണമെങ്കിലും പിന്നെ കോൺസ് വേണമെങ്കിലൊക്കെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പറും മറ്റേ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ വീട്ടിൽ വന്നിട്ട് തന്നെ ഇവർ മൈലാഞ്ചിയൊക്കെ ഇട്ട് തരും കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ് അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ വീട്ടിൽ വന്നിട്ട് തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് തരും. ഓക്കെ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. അമ്മായി ഇതാ പുതിയ എണ്ണിന് വാരിക്കൊടുക്കുന്നു. 4 മാസമുള്ളപ്പോൾ വന്നതാണ് അമ്മായി. രാത്രിയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതാ സ്റ്റേജും ഒക്കെ സെറ്റായിട്ടുണ്ട്. റിയൻ്റെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റെഡി ആവാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഇന്നിതാ റിയൻ്റെ പട്ടും തൂയിലും പരിപാടിയാണ് കേട്ടോ. റിയൻ്റെ ഇന്നത്തെ ഡ്രസ്സ് ഇതാണ്. പട്ടും തൊയിലും എന്നാണ് ഈ ഡ്രസ്സിനെ നമ്മൾ പറയുക. തൊയിലെന്ന് പറഞ്ഞാൽ തട്ടം, പിന്നെ മറ്റത് തുണി പോലെ അങ്ങനെ എടുക്കും. ഇതിലേക്കുള്ള ബ്ലൗസ് ഇപ്പോൾ റിയക്ക് പുതിയത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നമ്മൾ വേറെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ഒരു തുണിയും തൊയിലും ഉമ്മാമ്മമാരെ കാലം തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടുന്ന ദിവസം ഇതാണ് ഇന്ന് ഇടുന്നത്. അതിലേക്ക് മാച്ച് ആയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ ഓർണമെൻറ്റ്സുമാണ് വെയർ ചെയ്യുന്നത്. നല്ല ചെറിയ കുട്ടികൾക്കും റിയൻ്റെ അതേ കോമ്പിനേഷനിൽ സ്കേർട്ടും ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അമ്മായി സ്റ്റിച്ച് ചെയ്ത് തന്നതാണ് കേട്ടോ. സ്കേർട്ടിന് ആദ്യം ഇലാസ്റ്റിക് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കേശക്ക് അതൊരു ടൈറ്റ് പോലെ തോന്നിയപ്പോൾ നമ്മൾ ഇതിങ്ങനെ പെറ്റിക്കോട്ട് കൊടുത്തിട്ട് സ്കേർട്ട് പോലെ ആക്കിയതാണ്. ഞങ്ങളെല്ലാവരും ഇതാ പട്ടുസാരി കൊടുത്തിട്ടാണ്. കേശയ്ക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കൽ കുറച്ച് പണിയായിരുന്നു കേട്ടോ. ആൾ ഇടുമോ എന്നുള്ള ഡൗട്ടിലായിരുന്നു നമ്മൾ. പിന്നെ എന്തായാലും ഇതാ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ ഫങ്ഷനൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. റിയനെ റെഡിയാക്കി കൊടുക്കുന്നത് നമ്മളെ കസിൻ തന്നെയാണ് യുസ്ര. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ വേണമെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിന് യുസ്ര ചെയ്ത് തരും കേട്ടോ. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ തന്നെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. യുസ്രക്ക് ഒരു പേജൊക്കെ ഉണ്ട്, യുസ് ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞിട്ട്.
ഇനി ഇതാ നമ്മൾ മൈലാഞ്ചി കൊണ്ടുവരാനായിട്ട് തറവാട്ടിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട്. പൊന്നാനിയിൽ പണ്ട് തൊട്ടേയുള്ള സിസ്റ്റമാണ് ഈ മൈലാഞ്ചി കൊണ്ടുവരൽ. തറവാട്ടിൽ പോയിട്ട് മൈലാഞ്ചി എടുത്ത് കൊണ്ടുവരികയാണ്. പെണ്ണിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ ഇത് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ അവിടെ അമ്മായിമാരും ഇളാമാരും എല്ലാവരും മൈലാഞ്ചിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് കല്യാണ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും തറവാട്ടിലെത്തി ഇവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഇനി മൈലാഞ്ചിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എല്ലാവരും കൂടി നടന്ന് പോവുകയാണ് കേട്ടോ. ചെറിയൊരു കുട്ടീൻ്റെ തലയിൽ ഇതാ മൈലാഞ്ചി വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടാണ് പോണത്. എല്ലാവരും കൂടിയുള്ള ഈ പോക്കും വരവൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ആയിട്ട് ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റിയ ഇവിടെ പുറത്തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. റിയനെയും കൊണ്ടാണ് ഇനി ഞങ്ങൾ ഉള്ളിലേക്ക് കയറുക. ഇനി ഇതാ വന്നവരൊക്കെ പുതിയണ്ണിൻ്റെ കയ്യിൽ മൈലാഞ്ചി വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. മൈലാഞ്ചി അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈകണ്ണിൽ കീനാവിവളോടിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാണല്ലോ. മൈലാഞ്ചി അരച്ചല്ലോ മലർ കയ്യിൽ പതിച്ചല്ലോ മൈകണ്ണിൽ കീനാവിവളോടിപ്പിച്ചല്ലോ നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാണല്ലോ. സുബവനിയിൽ സുബഹാഞ്ചേല് സുരവിളമാക്കിയ സുന്ദരവേദി വേദിയതിൽ ആദമും ഹവ്വയും മേദനി ചേർന്നിണങ്ങി. ആ വഴിയിൽ ഇന്ദി മണ്ണിൽ ആദരവായുധ മനസ്സത്തു കൂടി പ്രിയാനയും ഇഷാമുമിന തുണയായി മാറി. ആ വഴിയിൽ ഇന്ദി മണ്ണിൽ ആദരവായുധ മനസ്സത്തു കൂടി പ്രിയാനയും ഇഷാമുമിന തുണയായി മാറി. പൂമണം ചൊരിയുന്ന രാവ് പൂതികൾ പൂക്കുന്ന രാവ് റിയാന മോൾക്ക് മാറി ചാർത്താൻ ഹിഷാമ അണയുന്ന രാവ്. മംഗളരാവല്ലേ മൈലാഞ്ചി രാവല്ലേ ഇത് മധുരപ്പൂങ്കളി ചൊങ്കിലലിഞ്ഞ് ചമഞ്ഞു വരുന്നൊരു സുന്ദര ആവേശം കൊള്ളുന്ന മോഹികളെ ആവളം നന്ദുള്ള മാനസരെ കൊണ്ടുപോകാനായുള്ളൊരു വാഹനമേ എന്നാലേ അടങ്ങാത്തൊരാഗ്രഹമേ നീലെ മിന്നും താരപ്പൊന്നാണോ നീ നേരെ ചെന്ന് നോക്കാനായി നിൽക്കാതിന്റെ ഉള്ളിനുള്ളിൽ പരവേശം നീളെ നീങ്ങിപ്പോകാൻ മണ്ണിന്നാലും നേരെ നിന്ന് പൊങ്ങിന്ന് കണ്ടിപ്പോകാൻ ആശിക്കുന്നേ അരിവേശം കാറ്റിലെത്തിയുറമ്പിൽ നീനെ ചുണ്ടേറുന്നൊരു മുക്കുവനാണ് കടലാരെ കത്തിലെ മുക്കിയ പൂരണപ്പാതിയുടെ നടുവിൽ അതിലക മുഴുവൻ മേടിയിലേ പൂമുള്ള പന്തലും അതിലക പറവില പലവിധ നിറമാലേ പൂമാടി കകുമിലെ തെളിഞ്ഞ അടികളി വടിവന നിശലാലേ രംഗണ്ണ കരുമണിയണി കണ്ണഞ്ചുന്ന പ്രകാശമേ
പദനിസ സാനിരപ്പ മഗരിസ സനിരപ്പ മഗരിസ സാരിഗമ പദനിസ സാനിരപ്പ മഗരിസ സംഗീത മഗരി 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 സസസ സസസ രിരിരി രിരിരി ഗഗഗ ഗഗഗ സസസ രിരിരി ഗഗഗ മമ്മ പപ്പ പപ്പ സസസ നിനി നിനി സ സ സ സാര സംഗീത മഗരി താനം സാസ്ത്രമതി മമായ വേണം ഇന്നാടേ താനേ ഓയ് ഓയ് നിന്നാടേ അപ്പോൾ ഇന്നത്തെ നമ്മളെ മൈലാഞ്ചി പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സാരിയൊക്കെ ചുറ്റിയിട്ടുള്ള ഒരു കളർഫുൾ ഡേ ആയിരുന്നു കേട്ടോ. നമ്മളെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു ചെറിയ ഫങ്ഷനാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസൊക്കെ പറയുക. നിങ്ങളെ നാട്ടിൽ ഇതുപോലെ മൈലാഞ്ചി കൊണ്ടുവരലൊക്കെ ഉണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.